Welcome to BSc Main Physics Semester 4, class number 17. Main, class number 17. We are seeing the chapter Motion in Central Force Field, and today the topic is Equation for Trajectory in Central Force Motion. Equation for Trajectory in Inverse Square Law of Force Motion. അപ്പോൾ ചാപ്റ്റർ യൂണിറ്റ് 3 ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ഫോഴ്സ് മോഷൻ ചാപ്റ്ററാണ്. ഇവിടെ ഇന്ന് പറയുന്നത് ഇക്വേഷൻ ഫോർ ട്രജക്ടറി ഇൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ, അല്ലെങ്കിൽ പറയും ഇക്വേഷൻ ഫോർ ട്രജക്ടറി ഇൻ ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇത് ലെങ്തി ടോപ്പിക്കാണ്, 2 സൈഡ് ആയിട്ട് വരും. ആ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് അതിന് കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ട്രജക്ടറിയുടെ ക്വസ്റ്റ്യൻ അല്പം ലെങ്തിയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് പറയുന്നത്, അതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ക്ലാസ്സിലാണ് പറയുന്നത്. 2 സെപ്പറേറ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 2 ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. So you see the actual title of the topic here. Equation for orbit in motion under inverse square law force field or equation for trajectory. അതാണ് ഇക്വേഷൻ ഫോർ ട്രജക്ടറി ഇൻ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയും. ഇക്വേഷൻ ഫോർ ഓർബിറ്റ് ഇൻ മോഷൻ അണ്ടർ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സിൽ ഒരു പാർട്ടിക്കിൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ആ പാത്ത്, എലിപ്റ്റിക്കൽ പാത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ആ എലിപ്റ്റിക്കൽ പാത്തിനെ വിളിക്കുന്ന ഇപ്പോൾ ട്രജക്ടറി. ഈ ഒരു പടം ഉണ്ടല്ലോ, ഇത് പ്ലാനറ്ററി മോഷൻ്റെ പടം തന്നെയാണ്. ഇപ്പോൾ ഓയിൽ സൺ വന്നാൽ പി പ്ലാനറ്റാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഷൻ്റെ പടമാണ്. ഓയിലിൽ ഒരു ന്യൂക്ലിയസ് വന്നാൽ പി ഇലക്ട്രോൺ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിക് മോഷനും അതുപോലെ പ്ലാനറ്ററി മോഷനും എല്ലാം എലിപ്റ്റിക്കൽ മോഷനാണ് ഈ കാണുന്ന പോലെ. അപ്പോൾ ഈ പടം എലിപ്സിൻ്റെ പടം നമ്മൾ ഈ ഡിസ്കഷൻ എല്ലായിടത്തും വരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഇക്വേഷൻ എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞപ്പോഴേ, സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ എനർജി ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഒരു പാത്ത് ഇതുപോലെ വരച്ചിരുന്നു. അപ്പോൾ ഈ പാത്ത് ഒരു കോമൺ ഫിഗറാണ്. ഈ പടം എല്ലാ ആർട്ടിക്കിളിൻ്റെ കൂടെ വരയ്ക്കാവുന്നതാണ്. എവിടെ പ്ലാനറ്റ് കറങ്ങുന്നു, എലിപ്റ്റിക്കൽ മോഷനുണ്ട്, അവിടെയെല്ലാം ഈ ചിത്രം വരയ്ക്കാവുന്നതാണ്. വളരെ നന്നായിട്ട് ചിത്രം വരയ്ക്കുക. അപ്പോൾ പി പ്ലാനറ്റ് ആണെങ്കിൽ അത് ഓയിൽ സൺ ഇരിപ്പുണ്ട്, അത് ചുറ്റും കറങ്ങുന്നത് സെൻട്രൽ ഫോഴ്സ് മോഷനാണ്, ഇൻവേഴ്സ് സ്ക്വയർ ലോ മോഷനാണ്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പാത്തിന് ഒരു ഇക്വേഷൻ കണ്ടാൽ അത് എലിപ്റ്റിക്കൽ പാത്താണ്. എല്ലായ്പ്പോഴും എലിപ്സ് തന്നെ വേണമെന്നില്ല, ചില കേസിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം സാധാരണ പ്ലാനറ്റ്, എർത്ത് പോലെയുള്ള പ്ലാനറ്റിന് ഈ പാത്ത് എലിപ്റ്റിക്കലാണ്. ആ എലിപ്റ്റിക്കൽ പാത്തിൻ്റെ ഇക്വേഷൻ, ട്രജക്ടറി ഇക്വേഷൻ, അത് നമ്മൾ കാണാൻ പോവുക. അപ്പോൾ നോക്കിയ പടത്തിൽ നമ്മൾ ഫോക്കസ് എന്ന് പറയും, പി പ്ലാനറ്റ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ, ആ റേഡിയസ് വെക്റ്റർ, തീറ്റ ആംഗിളാണ്. Consider the orbital motion, orbital path, trajectory ആണ് കേട്ടോ. ട്രജക്ടറി orbital path of a particle around O under the inverse square law of force. Let R be the radius vector and theta is the angular displacement. Let us define a new variable u such that u is 1/r. അപ്പോൾ R എന്നുള്ള റേഡിയസ് വെക്ടറാണ് പടത്തിൽ. ആറിനെ നമ്മൾ പിന്നെ 1/r എടുത്തിട്ട് യു എന്ന് വിളിക്കും. ആറിട്ട് സിംപ്ലിഫൈ ചെയ്യാതെ നമ്മൾ യു എന്നൊരു പുതിയൊരു സിമ്പൽ നമ്മൾ എടുക്കുകയാണ്, അതായത് ആറിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 6 മാറ്റി യു എടുക്കുന്ന അഡ്വാൻറ്റേജ് ഇതാണ്. അപ്പോൾ ഇവിടെ കണ്ടാൽ പ്രത്യക്ഷത്തിൽ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, യു എഴുതുന്ന സ്ഥലത്തിൽ 6 എഴുതിയാൽ പോരെന്ന് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെയല്ല, കാൽക്കുലേഷൻ വളരെ എളുപ്പമുണ്ടാകും നമ്മൾ ഇങ്ങനെ ഒരു റെസിപ്രോക്കൽ ടൈം എടുത്താൽ. അപ്പോൾ പുതിയ വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്, സ്മോൾ യു ആണ്, നോട്ട് ക്യാപിറ്റൽ യു. ക്യാപിറ്റൽ യു വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്, അതല്ല ഇത്. സ്മോൾ യു എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കുകയാണ്, അത് 1/r എന്ന് ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്താൽ നമ്മുടെ കാൽക്കുലേഷൻ കുറച്ച് എളുപ്പമുള്ളതായിട്ട് മാറും. അതിനുവേണ്ടിയാണ്. അത് അവസാനം നമ്മൾ ആറിലേക്ക് വരികയും ചെയ്യും. Let us choose a new variable such that u is 1/r, that is r is 1/u. Equation number 1, r dot. r dot നമ്മൾ വെലോസിറ്റി എന്നാണ് പറയുന്നത്, dr/dt ആണ്. dr/dt is equal to d/dt 1/u. അങ്ങനെ എഴുതും. എന്താ 1/u ഡെറിവേറ്റീവ് അറിയാമല്ലോ, -1/u സ്ക്വയർ du/dt ആണ്. ടൈമിനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. -1/u സ്ക്വയർ du/dt. ദാറ്റ് ഈസ് ആർ ഡോട്ട്. അതൊന്ന് മോഡിഫൈ ചെയ്യണം, ആ du/dt എന്ന് മാറ്റി എഴുതുകയാണ്. ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു -1/u സ്ക്വയർ. നമ്മൾ താഴെ മുകളിലും ഒരു ഡി തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് du/dt റീഅറേഞ്ച് ചെയ്യുകയാണ്. d by d theta into d theta by dt.
ഈക്വൽ ടു -1/u². ആദ്യ ടൈം അതുപോലെ എഴുതി du/dθ. പിന്നെ dθ/dt തീറ്റ ഡോട്ട് എന്ന് പറയും. ഈ ഡോട്ടിട്ട് എന്ത് കാണിച്ചാലും ഈ ടൈം ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ തീറ്റ ഡോട്ട് ഒമേഗയാണ്, അത് dθ/dt ആണ്. അപ്പോൾ ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, dr/dt ആണ്. ഡോട്ട് കാണിക്കുന്നില്ല, വെലോസിറ്റിയാണ്. ഡബിൾ ഡോട്ട് കാണിച്ചാൽ ആക്സലറേഷൻ ആയിരിക്കും. വീണ്ടും നമ്മൾ ആർ ഡോട്ട് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/u² ആണല്ലോ ആദ്യം. 1/u² is r². -r² theta du/dθ. That is r dot is equal to -L/m du/dθ. എന്താ കാരണം? ഈ r² തീറ്റ ഡോട്ടിനെ നമ്മൾ r² തീറ്റ ഡോട്ടിനെ L/m എന്ന് എഴുതിയത് എങ്ങനെയാണ്? നമുക്കറിയാം ആംഗുലാർ മൊമെന്റ് L is I omega. I omega is I തീറ്റ ഡോട്ട്. I omega I തീറ്റ ഡോട്ടാണ്. ഐയുടെ വാല്യൂ mr² ആണ്. mr² തീറ്റ ഡോട്ട് L ആണ്. അപ്പോൾ r² തീറ്റ ഡോട്ട് കണ്ടാൽ എന്ത് കിട്ടും? L/m. ആ L/m ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആർ ഡോട്ട് ആംഗുലാർ മൊമെന്റ് ടേമിൽ എക്സ്പ്രസ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ആർ ഡോട്ട് ഈസ് ഈക്വൽ ടു -L/m du/dθ. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിനെ ഈ ആർ ഡോട്ടിനെ ഫർദർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓർക്കണം, നമ്മൾ ആദ്യം ആർ വിചാരിച്ച് 1/u എന്ന് ആർ ഡോട്ട് കണ്ടുപിടിച്ചു. ഇനി ആർ ഡബിൾ ഡോട്ട് കാണാൻ പോവുക. ഫർദർ ഡിഫറൻഷിയേറ്റിംഗ് ആർ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു d/dt ഓഫ് ആർ ഡോട്ട്. ആർ ഡോട്ട് ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡബിൾ ഡോട്ട് ആണ് -1/m d/dt ഓഫ് du/dθ. അതെങ്ങനെ കിട്ടും നമുക്ക്? ഇവിടെ ആർ ഡോട്ടിന്റെ വില കൊടുത്തതാണ്. ആർ ഡോട്ടിന് വില കൊടുക്കുമ്പോഴാണ് L/m du/dθ വരുന്നത്. ദാറ്റ് ഈസ് -L/m. ഈ വേരിയബിൾ ഉണ്ടല്ലോ താഴെയുള്ള dθ, അതിലിട്ട് മറിച്ച് എഴുതിയാൽ തെറ്റില്ല. അതായത് യുവിനെ നമ്മൾ തീറ്റാക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പിന്നെ ടീക്ക് ചെയ്താലും മറിച്ച് ടീക്ക് ചെയ്തിട്ട് തീറ്റാക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഒരേ ഉത്തരമാണ് കിട്ടുന്നത്. അപ്പോൾ താഴെയുള്ള ആ വേരിയബിള് നമുക്കതിൻ്റെ ഓർഡർ തിരിച്ചിട്ടാൽ ഒരു തെറ്റുമില്ല. കാരണം ഒരു ഫംഗ്ഷനെ നമ്മൾ ആദ്യം ഒരു വേരിയബിളിലും പിന്നീട് വേറൊരു വേരിയബിളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആ ഓർഡർ തിരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താലും ഉത്തരത്തിന് മാറ്റം ഉണ്ടാകില്ല. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് താഴെയുള്ള dθ മറിച്ച് എഴുതിയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് -L/m d/dθ. എന്താ du/dt എന്ന് പറഞ്ഞാൽ du/dt നമ്മൾ തീറ്റ കൊണ്ട് ഗുണിച്ചിട്ട് താഴെ മുകളിൽ ഗുണിച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ du/dθ × dθ/dt. അതിൽ രണ്ടാമത്തെ ടൈം dθ/dt ആണ്. അതിന് ഒമേഗ അല്ലെങ്കിൽ തീറ്റ ഡോട്ട് എന്ന് പറയും. ആ തീറ്റ ഡോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു -L/m d/dθ × du/dθ × തീറ്റ ഡോട്ട്. That is -L/m dθ/dt തീറ്റ ഡോട്ടാണ്. പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് d²u/dθ² എന്ന് വരും. അപ്പം അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. നോക്കിക്കേ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ചെയ്യുമ്പോൾ നമ്മൾ തീറ്റ ഡോട്ട് L/m തീറ്റ ഡോട്ട് എഴുതി. നമ്മൾ തീറ്റ ഡോട്ട് ആദ്യം എഴുതി. തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഡെറിവേറ്റീവ് ഇല്ല. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് മാറ്റാം. പിന്നെ du/dθ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് d²u/dθ² കിട്ടുന്നത്. ദാറ്റ് ഈസ് -L/m. തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ഡോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി എഴുതുക. നമ്മൾ L/m നേരത്തെ എഴുതിയില്ലേ? L/m അത് L is equal I omega mr² തീറ്റ ഡോട്ട്. അപ്പോൾ തീറ്റ ഡോട്ട് എന്താണ്? L/mr². അത് കൊടുത്തു ഇവിടെ L/mr² d² u/dθ² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആർ ഡബിൾ ഡോട്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർ ഡബിൾ ഡോട്ടാന്ന് ഓർക്കുക. ആർ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ -L²/m²r². താഴെ കുടിക്കുമ്പോൾ m² വരും. m²r² d² u/dθ². ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളിൽ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ആർ 1/u എന്ന് എടുത്തു. അതിനുശേഷം ആർ ഡോട്ട് കണ്ടു, ആർ ഡബിൾ ഡോട്ട് കണ്ട്. ഈ ഒരു 3 കാര്യം നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതിന് സിംപ്ലിഫിക്കേഷൻ ഇടയ്ക്ക് കൊടുത്തത്.
ആർ 1/u എന്ന് അസ്യൂം ചെയ്തിട്ട് ആർ ഡോട്ട് കണ്ടു, ആർ ഡബിൾ ഡോട്ട് കണ്ടു. അപ്പം അത് കാണുമ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റം കയറി വരും എന്നൊരു കാര്യമുണ്ട്. ആർ ഡോട്ട് കണ്ടു, ആർ ഡബിൾ ഡോട്ട് കണ്ടു, പക്ഷെ അത് ആംഗുലാർ മൊമെൻറ്റത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ, സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. എഫ് ഈസ് ഈക്വൽ എം ആർ ഡബിൾ ഡോട്ട് മൈനസ് എൽ ക്യൂബ്ഡ് ബൈ എം ആർ ക്യൂബ്ഡ്. റഫർ ഇക്വേഷൻ 1 പ്രീവിയസ് നോട്ട് കേട്ടോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒന്നാമത്തെ ഡെറിവേഷൻ അത് പറയുന്നുണ്ട്. എം ആർ ഡബിൾ ഡോട്ട് മൈനസ് എൽ ക്യൂബ്ഡ് ബൈ എം ആർ ക്യൂബ്ഡ് ഇത് സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ഫോഴ്സ് ഇക്വേഷനാണ്. എഫ് ഈസ് എം ആർ ഡബിൾ ഡോട്ട് മൈനസ് എൽ സ്ക്വയർ ബൈ എം ആർ ക്യൂബ്ഡ് എന്നുള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആർ ഡബിൾ ഡോട്ടിൻ്റെ വാല്യൂ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആർ ഡബിൾ ഡോട്ടിൻ്റെ വാല്യൂ കൊടുക്കണം. ദാറ്റ് ഈസ് എഫ് ഈസ് എം ഇൻറ്റു മൈനസ് എൽ സ്ക്വയർ ബൈ എം സ്ക്വയർ ആർ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്ഡ് മൈനസ് എൽ സ്ക്വയർ ബൈ എം ആർ ക്യൂബ്ഡ്. ഇനി വീണ്ടും നമ്മൾ പഴയ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. അതായത് ആർ 1/u എന്നുള്ളത് ഈ രണ്ടാമത്തെ ടേമിലാണ് ആ ആറ് കിടക്കുന്നത്. ആ ആറിനെ മാറ്റുമ്പോൾ നമുക്ക് എഫ് ഇസിക്കൽ ടു മൈനസ് എൽ സ്ക്വയർ യു സ്ക്വയർ ബൈ എം ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ മൈനസ് അവിടെ ആറ് മാറ്റിയിട്ട് എൽ സ്ക്വയർ യു ക്യൂബ്ഡ് 1/r ക്യൂബ്ഡ് യു ക്യൂബ്ഡ് ബൈ എം എന്ന് കിട്ടും. ഈ അവസാനം കിടക്കുന്ന മൈനസ് ടേം ലെഫ്റ്റിൽ കൊണ്ടുപോകണം. അപ്പോൾ എഫ് പ്ലസ് എൽ സ്ക്വയർ യു ക്യൂബ്ഡ് ബൈ എം ഇസിക്കൽ ടു റൈറ്റ് സൈഡിലുള്ളത് അതുപോലെ എഴുതാം. ആ ഫസ്റ്റ് ടേം മൈനസ് എൽ സ്ക്വയർ യു സ്ക്വയർ ബൈ എം ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ. That is d square u by d theta square is equal to f plus l square u cubed by m all by minus l square u square by m എന്ന് വരും. അത് നമ്മൾ മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്ന് ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ഈസ് ഇക്വൽ ടു അത് ഓരോ ടേമിനെ ഭാഗിക്കുക, താഴെയുള്ള ഡിനോമിനേറ്റർ കൊണ്ട് ഓരോ ടേമിനെ ഹരിക്കുമ്പോൾ നമുക്ക് ആദ്യ ടേം മൈനസ് എഫ് ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ ബൈ എം മൈനസ് ആയി, അടുത്തത് മൈനസ് ആ എൽ സ്ക്വയർ യു സ്ക്വയർ ബൈ എം വെട്ടിപ്പോയിട്ട് ഒരു മൈനസ് യു വരും. ആ മൈനസ് നമുക്ക് ആദ്യം എഴുതാം ആർ എച്ച് എസിൽ ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ഈസ് മൈനസ് യു മൈനസ് എഫ് എം ബൈ എൽ സ്ക്വയർ യു സ്ക്വയർ ഇക്വേഷൻ നമ്പർ 5. ഇനി നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലാ ഫോഴ്സ് എഴുതുകയാണ്. ദി ഇൻവേഴ്സ് സ്ക്വയർ ലാ ഫോഴ്സ് ഇസ് ഗിവൺ ബൈ നമുക്കറിയാം എഫ് ഈസ് മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ആ ജി എം ഇപ്പോൾ ക്യാപിറ്റലും സൺ മാസ് ആയിരിക്കും, സ്മോൾ എം പ്ലാനറ്റ് മാസ് ആയിരിക്കും, ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ കെ എന്ന് വിളിക്കാം. കെ എന്ന് വിളിച്ചാൽ എഫ് ഈസ് മൈനസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് എഫ് ഈസ് മൈനസ് കെ ബൈ 1/r സ്ക്വയർ അല്ലെങ്കിൽ കെ ബൈ ആർ സ്ക്വയർ. 1/r സ്ക്വയർ യു സ്ക്വയർ ആണ്, മൈനസ് കെ യു സ്ക്വയർ. പുട്ട് എഫ് ഇൻ ദി എബോവ് ഇക്വേഷൻ. അപ്പോൾ മുകളിലത്തെ ഇക്വേഷനകത്ത് നമ്പർ 5 എഫ് ഉണ്ടല്ലോ, അവിടെ എഫിൻ്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ ഈസ് മൈനസ് യു മൈനസ് ഓഫ് മൈനസ് കെ യു സ്ക്വയർ ബൈ എൽ യു സ്ക്വയർ എം എന്ന് കിട്ടും. എൽ സ്ക്വയർ യു സ്ക്വയർ അല്ലേ, എൽ സ്ക്വയർ യു സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ മൈനസ് യു ഇൻറ്റു മൈനസ് പ്ലസ് അവിടെ യു സ്ക്വയർ വെട്ടിപ്പോയിട്ട് എം കെ അല്ലെങ്കിൽ കെ എം കെ ബൈ എൽ സ്ക്വയർ എന്ന് കിട്ടും. യു സ്ക്വയർ താഴെ മുകളിൽ വെട്ടിപ്പോകും. എന്നിട്ട് മൈനസ് യു ലെഫ്റ്റ് കൊണ്ടുപോകണം. ഡി സ്ക്വയർ യു ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഈസ് ഇക്വൽ ടു എം കെ ബൈ എൽ സ്ക്വയർ അല്ലെങ്കിൽ കെ എം ബൈ എൽ സ്ക്വയർ എങ്ങനെ വേണമെങ്കിലും എഴുതാം. എം കെ ഓർ കെ എം ബൈ എൽ സ്ക്വയർ എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഈ കെ എന്ന് പറഞ്ഞാൽ ഓർത്തോളം ജി ക്യാപിറ്റൽ സ്മോളമാണ് കേട്ടോ. കെ എന്ന് പറയുന്നത് പുതിയ ടൈം കയറി വന്നതാണ്. ജി ക്യാപിറ്റൽ സ്മോളം എന്നുള്ളതാണ് കെ എന്ന് പറയുന്നത്. അത് ഇക്വേഷൻ നമ്പർ 6. അപ്പം ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻസ് ഇക്വേഷൻ കേട്ടോ.
This is a second order differential equation. To solve this equation, it is changed into operator form by putting d square by d theta square is capital D square. അപ്പോൾ ഇത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇക്വേഷൻ നമ്പർ 6 ഒരു പ്രത്യേക ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് യു ഈസ് ഈക്വൽ ടു എം കെ ബൈ എൽ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമ്പർ 6 ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇത്തരം ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നിങ്ങൾ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ പഠിക്കുന്നതാണ്. സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഫോമിലുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓപ്പറേറ്റർ ഫോമിൽ എഴുതിയിട്ടാണ്. ഓപ്പറേറ്റർ ഫോമിൽ എഴുതിയിട്ട് അവിടെ ഒരു പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നിങ്ങൾ കേട്ട് കാണാം. നിങ്ങളുടെ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൽ, സബ്സിഡറി മാത്തമാറ്റിക്സിൽ, അതായത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്താണ്, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താണ്, ആ രീതിയിലുള്ള സിംപ്ലിഫിക്കേഷനാണ്. അപ്പോൾ അതിന് ഇവിടെ ഡി സ്ക്വയർ ബൈ ഡി തീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനെ എഴുത്തിനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ ക്യാപിറ്റൽ ഡി സ്ക്വയർ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നോക്കി. അതിന് നമുക്ക് കിട്ടുന്നത് ഡി സ്ക്വയർ യു ആദ്യത്തെ പ്ലസ് യു ഈക്വൽ ടു എം കെ ബൈ എൽ സ്ക്വയർ. ഈ ഡി സ്ക്വയർ നമുക്കൊരു അല്ലെങ്കിൽ യു നമുക്ക് റൈറ്റിലേക്ക് കോൺഫാക്ട് എടുക്കാം. ഡി സ്ക്വയർ പ്ലസ് 1 യു ഈസ് എം കെ ബൈ എൽ സ്ക്വയർ ഇക്വേഷൻ നമ്പർ 7. അപ്പോൾ ഇതിൻ്റെ ഹോമോജീനിയസ് പാർട്ട് എടുക്കണം, അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഓർക്കുക. നിങ്ങൾ പഴയ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ് എടുത്ത് നോക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ച് കാണാൻ സിലബസിലുള്ളതാണ്. ഇക്വേറ്റിംഗ് ദി ഹോമോജീനിയസ് പാർട്ട് 0 വി ഗെറ്റ്. ഹോമോജീനിയസ് പാർട്ട് എന്ന് പറഞ്ഞാൽ LHSലുള്ള പാർട്ടാണ്. ഡി സ്ക്വയർ പ്ലസ് 1 യു ഈസ് 0. യു 0 അല്ലാത്തത് കൊണ്ട്, യു 1/r ആണല്ലോ, അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ബ്രാക്കറ്റിലുള്ള ടേം 0 ആകണം. ഡി സ്ക്വയർ പ്ലസ് 1 ഈസ് 0. ദാറ്റ് ഈസ് ഡി സ്ക്വയർ ഈസ് -1 d root of -1 which is imaginary number. I root of -1 is I plus or minus I. d എന്നുള്ള പ്ലസ് ഓർ മൈനസ് I ആയിട്ട് മാറും. This implies that the complementary function is in the form. ഇങ്ങനെ d പ്ലസ് ഓർ മൈനസ് I വന്നാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ ഫോം ഇതാണ്. യു സി, അപ്പോൾ യു സി എന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനാണ്. യു സി ഈസ് ഈക്വൽ ടു C1 e raised to I theta പ്ലസ് C2 e raised to minus I theta എന്നാണ് അതിൻ്റെ ഫോം. സ്റ്റാൻഡേർഡ് ഫോം ആകട്ടോ. വേർ C1 ആൻഡ് C2 ആർ കോൺസ്റ്റൻസ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ പഠിക്കണം. അതിനകത്താണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഡിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് I ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ CF, അത് നമ്മൾ യൂസ് എന്ന് പറയും. C1 e raised to I theta പ്ലസ് C2 e raised to minus I theta എന്ന് പറയും. ദാറ്റ് ഈസ് UC. C1 e raised to I theta അറിയാമല്ലോ, cos theta പ്ലസ് I sin theta. അപ്പോൾ cos theta പ്ലസ് I sin theta പ്ലസ് C2 e raised to minus I theta, cos theta മൈനസ് I sin theta. ആ cos theta ടേം രണ്ടും ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കോൺഫാക്ട് എടുത്താൽ C1 പ്ലസ് C2 cos theta. I sin theta ടേം ഒരുമിച്ചെടുക്കുക. അപ്പോൾ ബ്രാക്കറ്റിൽ C1 മൈനസ് C2. ബ്രാക്കറ്റ് മാറ്റിയിട്ട് cos theta ടേം കോൺഫാക്ട് എടുക്കണം. അതുപോലെ മറ്റു രണ്ട് ടേമിൽ നിന്ന് I sin theta ടേം കോൺഫാക്ട് എടുക്കണം. അപ്പോൾ C1 പ്ലസ് C2 cos theta പ്ലസ് C1 മൈനസ് C2 cos theta എന്ന് കിട്ടും. ഇനി ഒരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പുട്ട് C1 പ്ലസ് C2 ഈസ് A cos theta 0 ആൻഡ് I ഉൾപ്പെടെ കേട്ടോ. I C1 മൈനസ് C2 ഈസ് A sin theta 0 അങ്ങനെ കൊടുക്കണം. ഇപ്പോൾ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ C1 മൈനസ് C2 എന്നല്ല, I ഇൻറ്റു C1 മൈനസ് C2 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നോക്കിയേ. യു സി ഈക്വൽ ടു A cos theta 0 cos theta പ്ലസ് A sin theta 0 sin theta എന്ന് വരും. നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. A കോൺഫാക്ട് എടുക്കുമ്പോൾ cos theta 0 cos theta പ്ലസ് sin theta 0 sin theta. നിങ്ങൾക്കറിയാമല്ലേ cos theta 0 പ്ലസ് sin theta 0 എന്ന് പറഞ്ഞാൽ cos theta മൈനസ് theta 0 ആണ്. അപ്പോൾ cos A മൈനസ് B, cos A cos B മൈനസ് sin A sin B, ആ ഫോർമുല cos A cos B പ്ലസ് sin A sin B, cos A മൈനസ് B എന്നുള്ളത് ട്രിഗണോമെട്രിക് റിലേഷൻ ഓർമ്മയില്ലേ. cos A മൈനസ് B ഈസ് ഈക്വൽ ടു cos A cos B പ്ലസ് sin A sin B. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുത്തു. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ യു സി ഈസ് ഈക്വൽ ടു A cos theta മൈനസ് theta 0 ഇക്വേഷൻ നമ്പർ 8. ദിസ് ഈസ് ദി കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഈസ് ഒബ്റ്റൈൻ. ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ RHSക്കാണ് സംഖ്യയാണ് പർട്ടിക്കുലർ ഇൻ്റർവൽ കേട്ടോ. പർട്ടിക്കുലർ ഇൻ്റർവൽ ഓർമ്മയുണ്ടല്ലോ, എങ്ങനെയാണ് പറയാൻ നോക്കിയാൽ
നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് പോയി നോക്കാം. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്പർ 7. അതിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. റൈറ്റ് സൈഡിലെ mk/L² വിളിക്കുന്ന പേരാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. നോക്കൂ, the particular integral is given by up mk/L². So solution of equation number 7, ആ ഡിഫറൻസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ വരും. Solution of equation number 7, equation number 7 can be written as, you look here, can be written as u is equal to cf plus bi. u is equal to cf, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ യു സി പ്ലസ് യു പി, ദാറ്റ് ഇസ് യു ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ മൈനസ് തീറ്റ 0 പ്ലസ് mk/L². നമ്മൾ mk/L² പുറത്തേക്ക് എടുക്കുമ്പോൾ യു ഇസ് mk/L² 1 പ്ലസ് ഇത് കിട്ടും നമുക്ക് mk/L² എടുക്കുന്നത്. അപ്പോൾ 1 വരുമ്പോൾ അവിടെ 1 വരുമ്പോൾ ഇവിടെ ടേം കോമ്പൻസേറ്റ് ചെയ്യണ്ടേ ആദ്യത്തെ ടേമിൽ. അപ്പോൾ L²/mk എന്ന് വരും. L²/mk അത്ര വിളിച്ച് നോക്കുക. അത്ര വിളിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ടേം mk/L², അടുത്ത ടേം എ കോസ് തീറ്റ മൈനസ് തീറ്റ 0 എന്ന് കിട്ടും. അപ്പോൾ mk/L² പുറത്തെടുത്താൽ ആ മുകളിലത്തെ ഇക്വേഷൻ നമ്മൾ ബ്രാക്കറ്റിലേക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 1 പ്ലസ് L²/mk കോസ് തീറ്റ മൈനസ് തീറ്റ 0 എന്ന് കിട്ടും. മനസ്സിലായല്ലോ കാര്യം? അത് അത്രയൊന്ന് വിളിച്ച് നോക്കിയാൽ മതി. mk/L², അതാണ് ലാസ്റ്റ് ടേം. പിന്നെ mk/L² L²/mk ഇൻറ്റു കോസ് തീറ്റ മൈനസ് തീറ്റ 0, അത് എ കോസ് തീറ്റ മൈനസ് തീറ്റ 0 എന്ന് കിട്ടും. ഇതിൽ പുട്ട് L²/mk അതിന് എപ്സിൽ എന്ന് വിളിക്കണം. ആൻഡ് u1/r. അപ്പോൾ L²/mk ആ ബ്രാക്കറ്റിനകത്തുള്ള ടേമാണ്, അതിന് എപ്സിൽ എന്ന് വിളിക്കണം. 1/r is mk/L². എപ്സിലൺ എഴുതാൻ അറിയാമല്ലോ, ഈ പോലെ എഴുതുന്നു, വളച്ചെഴുതുന്നു. സി എഴുതിയിട്ട് ഇ ആക്കുന്ന രീതി, സി എഴുതിയിട്ട് ഇ ആക്കുന്ന ലെറ്റർ എപ്സിലൺ എന്ന് കൊടുക്കണം. ഏത്? L²/mk. ദാറ്റ് ഈസ് 1/r, യുവിൻ്റെ വാല്യൂ 1/r is equal to mk/L² into 1 plus epsilon cos തീറ്റ മൈനസ് തീറ്റ 0, ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ ഇതൊരു ഫൈനൽ ഇക്വേഷനാണ്, ഈ നമ്പർ 9. അപ്പോൾ ഈ 9th ഇക്വേഷൻ എങ്ങനെ ഇരിക്കും? This is an equation for conic section. Conic section അറിയാമല്ലോ, നമ്മുടെ ഈ എലിപ്സ്, പരാബോള, സർക്കിളൊക്കെ ഉൾപ്പെട്ട ആ ഭാഗത്തെ വിളിക്കുന്ന പോലെ കോണിക് സെക്ഷൻ. ഒരു കോണിനെ വ്യത്യസ്തമായ ഡയറക്ഷനിൽ കട്ട് ചെയ്താൽ കിട്ടുന്ന അപ്പിയറൻസുകളാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. ഒരു കോണല്ല അറിയാമല്ലോ, റൈറ്റ് കോൺ. ആ റൈറ്റ് കോണിനെ നമ്മൾ തിരിച്ചും നേരെയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഷേപ്പുകളെ വിളിക്കുന്ന പേരാണ് കോണിക് സെക്ഷൻ. അതിനകത്ത് എലിപ്സ് ഉണ്ട്, സർക്കിളുണ്ട്, പരാബോളയുണ്ട്, ഹൈപ്പർബോളയും വരും. കോണിക് സെക്ഷൻ, ഇപ്പോൾ കോണിക് സെക്ഷൻ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഒരു കോൺ, റൈറ്റ് സർക്കുലർ കോൺ, അതിനെ നമ്മൾ വിവിധ പ്ലെയിനിൽ കട്ട് ചെയ്യുകയാണ്. നേരെ കട്ട് ചെയ്താൽ മുകളിൽ കാണുന്ന സർക്കിളായിരിക്കും, ചരിച്ച് കട്ട് ചെയ്താൽ എലിപ്സ് കാണാം, എലിപ്സ് നമുക്ക് കാണാം. ഹൈപ്പർബോള കട്ട് ചെയ്യുന്ന രീതിയുണ്ട്, പരാബോള കട്ട് ചെയ്യുന്ന രീതിയുണ്ട്. ദിസ് an equation for conic section in the form 1/r is 1/L into 1 plus epsilon cos theta. ഈ മോഡലിൽ കിട്ടും. അവിടെ എന്താണ്? L²/mk. എപ്സിലൺ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് L²/mk. അപ്പോൾ സ്മോളിൽ കിട്ടും, ക്യാപിറ്റൽ കിട്ടും. ഈ സ്മോളിനെ ഇക്വേഷൻ നമ്പർ 10-നകത്ത് സ്മോളിനെ വിളിക്കുന്ന പേരാണ് സെമിലാറ്റസ് റെക്റ്റം. ആൻഡ് എപ്സിലൺ ഈസ് കോൾഡ് എക്സെൻട്രിസിറ്റി. എപ്സിലനെ വിളിക്കുന്ന പോലെ എക്സെൻട്രിസിറ്റി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 10 എന്ന് പറയുന്ന എലിപ്സിൻ്റെ ഇക്വേഷനാണ് ശരിക്കും, അല്ലെങ്കിൽ കോണിക് സെക്ഷൻ്റെ ഇക്വേഷനാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാല്യൂ ഓഫ് എപ്സിലൺ. അപ്പോൾ എപ്സിലൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാല്യൂ ഓഫ് എപ്സിലൺ ദ കോണിക് സെക്ഷൻ മേ ബി എലിപ്സ്, പരാബോള, ഹൈപ്പർബോള ഓർ സർക്കിൾ. അപ്പോൾ എപ്സിലൺ എന്ത് വിലയാണോ അതിനനുസരിച്ചിട്ടാണ് ഈ കോണിക് സെക്ഷൻ എലിപ്സോ, പരാബോളയോ, ഹൈപ്പർബോളയോ അല്ലെങ്കിൽ സർക്കിളോ ആയി മാറുന്നത്. അപ്പം അതിവിടെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ, ഏതൊക്കെ സെക്ഷനായിട്ട് മാറുമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ,
The conic section is one ellipse when 0 less than epsilon less than 1. അതായത് when epsilon lies in between 0 and 1. എപ്സിലോണിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ ആ കോണിക് സെക്ഷൻ എലിപ്സ് ആയിരിക്കും. ആ കോണിക് സെക്ഷൻ ഈസ് എലിപ്സ് വെൻ 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ 1. ദാറ്റ് ഈസ് വെൻ എപ്സിലോൺ ഈസ് ഇൻ ബിറ്റ്വീൻ 0 and 1. പരാബോള വെൻ എപ്സിലോൺ ഈക്വൽ ടു 1. ഹൈപ്പർബോള വെൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 1. സർക്കിൾ വെൻ എപ്സിലോൺ 0. ഇത് തന്നെ നമുക്ക് എനർജി ടേബിളിലേക്ക് മാറ്റി പറയാൻ കേട്ടോ. എനർജി ടേബിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എലിപ്റ്റിക്കൽ മോഷൻ എനർജി ഇ less than 0. For parabolic motion, E equal to 0. For hyperbola, E greater than 0. For circular motion, E is equal to minus mk square by 2l square. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എസ് എ ക്വസ്റ്റിനും ഒരു 2 ഷോർട്ട് ആൻസർ. ആദ്യ എസ് എ derive equation for trajectory of a particle moving under inverse square of force, central force. അപ്പോൾ ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഫോഴ്സിൽ സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ട്രജക്ടറി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അപ്പോൾ അല്പം ലെങ്ത് ഇക്വേഷനാണ്, അത് പ്രൂവ് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഒരു പാർട്ട് കൂടി ഉണ്ട്, അത് കൂടി കൂട്ടി ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസമായിട്ട് പഠിക്കാം. ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയും, ടേണിംഗ് പോയിന്റ്സ്, അത് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും ഒരു എസ്സായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് എസ്സായിട്ട് കരുതി പഠിക്കുക. ഡിറൈവ് ഇക്വേഷൻ ഫോർ ട്രജക്ടറി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഫോഴ്സ്, സെൻട്രൽ ഫോഴ്സ്. ഇനി ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സെൻട്രൽ ഫോഴ്സ് മോഷൻ പ്രോബ്ലംസ് ആർ യു ഷുവർ ദാറ്റ് പാർട്ടിക്കിൾ ഓൾവേസ് ഡിസ്ക്രൈബ്സ് എലിപ്റ്റിക്കൽ പാത്ത്? ഇതൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്, നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ചോദിച്ചതാണ്. ഈ സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ഈ പാർട്ടിക്കിൾ എപ്പോഴും കറങ്ങുന്ന എലിപ്റ്റിക്കൽ പാത്തിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതാണ് ചോദ്യം. സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ഈ പ്ലാനറ്റുകൾ കറങ്ങുന്നത് എലിപ്റ്റിക്കലാണല്ലോ. ആ രീതി വെച്ച് ആലോചിക്കുമ്പോൾ എല്ലാ പാർട്ടിക്കിളും ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഫോഴ്സിൽ കറങ്ങുന്ന എല്ലാ പാർട്ടിക്കിളും അത് എലിപ്റ്റിക്കൽ പാത്തിലാണോ കറങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് ഷുവറാണോ ചോദ്യം. ആർ യു ഷുവർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ ഷുവർ അല്ല എന്നുള്ളത് നോക്കിക്കോളൂ, ഉത്തരം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി. നോട്ട് ഓൾവേസ് എലിപ്റ്റിക്കൽ, എല്ലായ്പ്പോഴും എലിപ്റ്റിക്കൽ അല്ല. സെൻട്രൽ ഫോഴ്സ് മോഷനിൽ പാർട്ടിക്കിൾ ചലിക്കുമ്പോൾ എല്ലായ്പ്പോഴും എലിപ്റ്റിക്കൽ അല്ല. അത് ടോട്ടൽ എനർജി അല്ലെങ്കിൽ എക്സെൻട്രിസിറ്റി ആശ്രയിച്ചിരിക്കും. ദ ട്രജക്ടറി ഡിപ്പെൻഡ്സ് അപ്പോൺ ടോട്ടൽ എനർജി ആൻഡ് ആംഗുലാർ മൊമെൻ്റ് എൽ ഈഫ് ലെസ് ദാൻ 0. ഈ വെച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് എക്സെൻട്രിസിറ്റി വെച്ചും പറയാവുന്നതാണ്. ഈഫ് ഇ ലെസ് ദാൻ 0 ദ പാത്ത് എലിപ്റ്റിക്കൽ. ഇൻ ദ കേസ് ഓഫ് പ്ലാനറ്ററി മോഷൻ ഇ ലെസ് ദാൻ 0 ദാറ്റ് ഈസ് പാത്ത് ഓഫ് ദി പ്ലാനറ്റ് ഈസ് എലിപ്റ്റിക്കൽ. പ്ലാനറ്റുകളുടെ മോഷൻ എലിപ്റ്റിക്കലാണ്. എന്നാൽ ചില കോസറുകളുണ്ട്, കേട്ട് കാണും, പൾസേഴ്സ് ആൻഡ് കോസേഴ്സ്. അതും ഈ സ്പേസ് ബോഡീസ് ആണല്ലോ, പൾസേഴ്സ് ആൻഡ് കോസേഴ്സ്. അവയൊക്കെ സഞ്ചരിക്കുന്നത് ഹൈപ്പർബോളിക് പാത്തിലാണ്. അപ്പോൾ അവിടെ നമുക്ക് എലിപ്സ് എന്നുള്ള കണ്ടീഷൻ ശരിയാകത്തില്ല. ഈ കോസറുകളും ഇൻവേഴ്സ് സ്ക്വയർ ഓഫ് ഫോഴ്സിൽ പോകുന്നതാണെങ്കിലും അവ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൈപ്പർബോളയാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളും ഇൻവേഴ്സ് സ്ക്വയറിലായാലും എലിപ്റ്റിക്കൽ പാത്തിലാണോ എന്ന് ചോദിച്ചാൽ നോട്ട് ഷുവർ എന്നുള്ള, നോട്ട് ആൾവേസ് എലിപ്റ്റിക്കൽ. ദ ട്രജക്ടറി ഡിപ്പെൻഡ്സ് അപ്പോൺ ടോട്ടൽ എനർജി E and angular moment L. If E less than 0, the path is elliptical. In the case of planetary motion, E less than 0, that is path of planet is elliptical. At the question. Number 3, based on eccentricity, how will you explain elliptical, parabolic, elliptical, parabolic, hyperbolic and circular motion. എക്സെൻട്രിസിറ്റിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നിങ്ങൾ എലിപ്റ്റിക്കൽ മോഷൻ, പരാബോളിക് മോഷൻ, ഹൈപ്പർബോളിക് മോഷൻ, സർക്കുലർ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്? അതിൻ്റെ ഉത്തരം മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് പഠിച്ചാണ്. That is all with your 17th lecture on classical and relativistic mechanics. Thank you.